നമ്മളിത് 2 ഡയമെൻഷനിൽ പഠിച്ച കാര്യമാണ്. ഒരു എം എന്നൊരു മെട്രിക്സ് ഉണ്ട്, അതിനെ ഈ ഫോമിലോട്ട് മാറ്റി എഴുതാം. G1 G2 എക്സെട്ര GK D ഇൻറ്റു H1 H2 എക്സെട്ര HEL. ഈ D1 D2 G1 G2 എക്സെട്ര GK എന്ന് പറയുന്നത് H1 H2 എക്സെട്ര എക്സെട്ര എന്ന് പറയുന്നതും എലമെന്ററി മെട്രിക്സുകളാണ്. D എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ്. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് എം എന്നുള്ള മെട്രിക്സിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റാം. എന്നൊരു മെട്രിക്സിന് ആദ്യം ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റാം. സപ്പോസ് A1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ A1 താഴെ വരുന്ന B1 C1ഉം A1 റൈറ്റ് സൈഡിൽ വരുന്ന A2 A3യും 0 ആക്കി മാറ്റും. അതിനുശേഷം അടുത്ത റോ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന A1 താഴെ വരുന്ന B1ഉം C1ഉം 0 ആക്കി മാറ്റും. ഇപ്പൊ A1 താഴെ വരുന്ന B1 C1 0 ആക്കും. ആദ്യം B1 0 ആക്കുക. B1 0 ആക്കണമെങ്കിൽ B1 വരുന്ന പൊസിഷൻ നോക്കുക. B1 വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇപ്പൊ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ E21 എന്ന് പറയുന്ന ഷിയർ മെട്രിക്സ് എടുക്കുക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ E21 എന്ന് പറയുന്ന ഷിയർ മെട്രിക്സ് എടുത്തിട്ട് റേസ്റ്റ് T വരുമല്ലേ, ആ T എന്ന് പറയുന്നത് മൈനസ് B1/A1 ആണ്. അപ്പോൾ ഈ 21 റേസ്റ്റ് T വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ആകും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ആകുമ്പോൾ A1 താഴെ വരുന്ന B1 0 ആണ്. അടുത്ത C1 0 ആക്കണമെങ്കിൽ C1 വരുന്ന പൊസിഷൻ നോക്കുക. C1 വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് റോ ഫസ്റ്റ് കോളം. തേർഡ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ E31 എടുക്കുക. തേർഡ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ E31 എന്നുള്ള ഷിയർ മെട്രിക്സ് അതിൻ്റെ റേസ്റ്റ് പവർ വരുന്നത് എസ് എന്ന് പറയുന്നത് മൈനസ് C1/A1. ഇതൊക്കെ നമ്മൾ 2 ഡയമെൻഷൻ ചെയ്തതാണ് ഇതുപോലെ മൈനസ് C. നെക്സ്റ്റ് നമുക്ക് 0 ആക്കാനുള്ളത് A2ന്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന A1ന്റെ റൈറ്റ് സൈഡ് കിടക്കുന്ന A2 A3 ആണ്. A2 ഇപ്പോൾ റൈറ്റ് സൈഡ് വരുന്നതാണ് 0 ആക്കേണ്ടതെങ്കിൽ ഷിയർ മെട്രിക്സ് നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് താഴെ വരുന്നതാണ് 0 ആക്കേണ്ടതെങ്കിൽ ഷിയർ മെട്രിക്സ് ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. പിന്നെ അടുത്ത A1ന്റെ റൈറ്റ് സൈഡ് വരുന്ന A2 A3 0 ആക്കുക. അപ്പോൾ A2 A3 ആദ്യം A2 0 ആക്കുക. A2 0 ആക്കുകയാണെങ്കിൽ A2 വരുന്ന പൊസിഷൻ നോക്കുക. A2 വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആകുമ്പം E12 വരും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആകുമ്പോൾ E12 വരും. അതിൻ്റെ പവർ എന്ന് പറയുന്നത് മൈനസ് A2/A1 എന്ന് വരും. E12 റേസ്റ്റ് to R എന്ന് വരും. R is equal to മൈനസ് A2/A1. ഇത് വെച്ച് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A2 കിടക്കുന്ന പൊസിഷൻ അങ്ങ് 0 ആയിപ്പോൾ. അതുപോലെ A3 0 ആക്കണമെങ്കിൽ A3 വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ തേർഡ് കോളം ആകുമ്പം E13 എടുക്കുക. E13 റേസ് ടു Q എന്ന് പറയുന്നത് Q is equal to മൈനസ് A3/A1 വരും. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A1ന്റെ റൈറ്റ് സൈഡ് വരുന്ന A2 വരുന്ന A3 വരുന്ന പൊസിഷൻ 0 ആയിപ്പോൾ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് ബാക്കി വരുന്ന താഴെ വരുന്ന B2 B3 C2 C3 മാറ്റം വരും. ആക്ച്വലി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ റോയ്ക്ക് വരുന്ന ഓപ്പറേഷൻസ് ആണ് വരിക. അപ്പോൾ ഇത് A1 നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഇങ്ങനൊരു കേസ് വരിക. അപ്പോൾ A1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതുപോലെ A1 താഴെ വരുന്ന രണ്ടെണ്ണം 0 ആക്കുക. താഴെ വരുന്ന 0 ആക്കണമെങ്കിൽ ഷിയർ മെട്രിക്സ് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ് സൈഡ് വരുന്ന 0 ആക്കണമെങ്കിൽ ഷിയർ മെട്രിക്സ് റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സപ്പോസ് A1 0 ആണെന്ന് വയ്ക്കാം. അപ്പോൾ A1 0 ആണെന്ന് വെക്കുമ്പോൾ ആ ഫസ്റ്റ് പൊസിഷനിൽ നോൺ സീറോ എലമെന്റിനെ കൊണ്ടുവരണം. എന്നിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് പൊസിഷൻ A1 കിടക്കുന്ന പൊസിഷനിൽ നോൺ സീറോ എലമെന്റ് ആ മെട്രിക്സിൽ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരാം. സപ്പോസ് A1 0 ആണ്, B3 നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യാം. B3 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ B3യെ A1 വരുന്ന പൊസിഷനിൽ കൊണ്ടുവരിക. B3 A1 വരുന്ന പൊസിഷനിൽ കൊണ്ടുവരണമെങ്കിൽ B3 ഇപ്പോൾ എവിടെ കിടക്കുകയെന്ന് നോക്കുക. B3 കിടക്കുന്നത് മൂന്നാമത്തെ കോളത്തിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ കോളത്തിന് ആദ്യത്തെ കോളത്തിലോട്ട് മാറ്റുക. ഫസ്റ്റ് കോളം തേർഡ് കോളം നമ്മൾ അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പം കോളംസ് അല്ലെങ്കിൽ റോസ് ആകുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റർചേഞ്ച് കോളം ആണ്. അപ്പോൾ കോളം ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കോളം? ഫസ്റ്റ് കോളം തേർഡ് കോളം. ഫസ്റ്റ് കോളം തേർഡ് കോളം P13 എന്നുള്ള മെട്രിക്സ് വരും. P13 വെച്ചിട്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോളംസ് അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇവിടെ M ഇൻറ്റു P13 ആകുമ്പോൾ കോളംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഫസ്റ്റ് കോളം മാറി തേർഡ് കോളമായി, തേർഡ് കോളം മാറി ഫസ്റ്റ് കോളമായി. ഇനി അടുത്തത് ഇപ്പം B3 എന്നുള്ള ആ പൊസിഷൻ നോക്കുക. ഇനി B3 ഫസ്റ്റ് A1 കിടക്കുന്ന പൊസിഷനിൽ A3 കിടക്കുന്ന പൊസിഷനിൽ കൊണ്ടുവരണമെങ്കിൽ റോസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇന്റർചേഞ്ച് ചെയ്യണമെങ്കിൽ
P12 വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. P12 വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം B3 എന്നുള്ളത് ആദ്യത്തെ പൊസിഷനിൽ വരും. അപ്പം B3 ആദ്യത്തെ പൊസിഷനിൽ വന്ന് B3 നോട്ട് ഈക്വൽ 0 ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ അതുപോലെ തന്നെ ചെയ്യാം. അപ്പം B3ക്ക് താഴെ വരുന്ന 2 എലമെന്റിന് 0 ആക്കുക, B3ക്ക് റൈറ്റ് സൈഡ് വരുന്ന 2 എലമെന്റിന് 0 ആക്കുക. അപ്പം അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 അടക്കുന്ന ആ ഒരു ഫോമിലോട്ട് മാറും. B3യുടെ താഴെ വരുന്ന 2 0 ആവും, റൈറ്റ് വരുന്ന 2 0 ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്കൻഡ് റോയിൽ വരുന്ന നോൺ സീറോ എൻട്രി ആക്കി മാറ്റുക. സെക്കൻഡ് റോയിൽ കിടക്കുന്ന എക്സ് സപ്പോസ് നോൺ സീറോ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തിട്ട് അതിന് താഴെ വരുന്ന ഇസഡ് 0 ആക്കണം, റൈറ്റ് വരുന്ന വൈ 0 ആക്കണം. നേരത്തെ പറഞ്ഞ പോലെ താഴെ വരുന്ന ഇസഡ് 0 ആക്കണമെങ്കിൽ അത് വരുന്ന പൊസിഷൻ നോക്കുക. ഇസഡ് വരുന്ന പൊസിഷൻ എന്നുള്ളത് തേർഡ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് E32 വരും. E32 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. I എന്നുള്ളത് മൈനസ് ഇസഡ് ബൈ എക്സ് വരും. മൈനസ് ഇസഡ് ബൈ എക്സ് വെച്ച് മൾട്ടിപ്പിൾ ആകുമ്പോൾ എക്സിന് താഴെ വരുന്ന ഇസഡ് 0 ആവും. ഇതുപോലെ റൈറ്റ് സൈഡ് വരുന്ന വൈ ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ റൈറ്റ് സൈഡിൽ ഷിയർ മെട്രിക്സ് മൾട്ടിപ്ലൈ 0 ആക്കി മാറ്റും. നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് മാറും. സപ്പോസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതുപോലെ തന്നെ റോസും കോളംസും അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു നോൺ സീറോ എലമെന്റിനെ കൊണ്ടുവരാം. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ അവിടെ നിർത്തുക. ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ കിട്ടും. E32 raised to I into E31 raised to S, E21 raised to etc. is equal to ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി അടുത്ത ഇതിൽ നിന്ന് എമ്മിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എമ്മിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എം ഇസ് ഈക്വൽ ടു ഇതിനെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയത്. റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ആവും. ഷിയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ചെയ്തിട്ടുള്ളതാണ് ഷിയർ മെട്രിക്സ് തന്നെ വരും. ഷിയർ മെട്രിക്സിന്റെ എലിമെന്ററി മെട്രിക്സ് ഇൻവേഴ്സ് എലിമെന്ററി മെട്രിക്സ് എന്ന് വരും. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു സം എലിമെന്ററി മെട്രിക്സ് ഇൻറ്റു നമുക്ക് കിട്ടിയ ഡയഗണൽ മെട്രിക്സ് ഇൻറ്റു അനദർ സം എലിമെന്ററി മെട്രിക്സ് എന്ന് കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുക. ആ എക്സാമ്പിളിനകത്ത് മെട്രിക്സ് ഉണ്ട്, അതിനെ ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റുക. അപ്പോൾ 1 താഴെ വരുന്ന 3 5 0 ആക്കുക, 1 റൈറ്റ് സൈഡ് വരുന്ന 1 0 ആക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത് നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇപ്പം 3 വേരിയബിൾ ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അതിനകത്ത് x1 കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത 2 ഇക്വേഷനകത്ത് x1നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ x1നെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഇക്വേഷനകത്ത് കിടക്കുന്ന 2x1ഉം തേർഡ് ഇക്വേഷനകത്ത് വരുന്ന 5x1. അപ്പോൾ ഈ 2x1ഉം 5x1നെ എടുത്ത് കളയാം. കളയാനായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനകത്ത് 2x1നെ എടുത്ത് കളയണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുക, ആ 2 ഇക്വേഷനോട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ആ 2x1 അങ്ങ് പോകും. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനകത്ത് 5x1നെ എടുത്ത് കളയണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷനോട് 5 മൾട്ടിപ്ലൈ ചെയ്യുക, ആ 2 ഇക്വേഷനോട് മൈനസ് ചെയ്യുക, 5x1 അങ്ങ് പോകും. അപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2നെ മാറ്റി ഇക്വേഷൻ നമ്പർ 1 അതുപോലെ തന്നെ എഴുതുക. ഇക്വേഷൻ നമ്പർ 2നെ മാറ്റി എഴുതി ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 മൈനസ് 2 ടൈംസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുക. അതുപോലെ ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 3 മൈനസ് 5 ടൈംസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ 2 ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ നിമിഷം മാറിയിട്ട് x1 പോയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനകത്ത് x2 ഉണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ ഇക്വേഷനാണെന്നും രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് മൂന്നാമത്തെ ഇക്വേഷനകത്ത് x2നെ എടുത്ത് കളയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അതിനൊന്നും ഇതിവിടെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ അവസാനം കിട്ടിയ 2 ഇക്വേഷൻ ഒരേ ഇക്വേഷനാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ വരാത്ത കേസിൽ മൂന്നാമത്തെ ഇക്വേഷനാണെന്നും x2നെ എടുത്ത് കളയാം. x2 എടുത്ത് കളയണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് വേണം എടുത്ത് കളയാം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ ഇട്ടേക്കുക, രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും മാറ്റി എഴുതി അടുത്ത സ്റ്റെപ്പിൽ മൂന്നാമത്തെ ഇക്വേഷനാണെന്ന് x2നെ എടുത്ത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ കളയേണ്ട കാര്യമില്ല, കാരണം 2 ഇക്വേഷൻ സെയിം ആയതുകൊണ്ട് ഒരു ഇക്വേഷൻ അങ്ങ് പോകും, ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ആകെ 2 ഇക്വേഷനെ വരത്തുള്ളൂ. ഇക്വേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്ത് x1ന്റെ കോഎഫിഷ്യന്റ് നോൺ സീറോ വരും, രണ്ടാമത്തെ ഇക്വേഷനകത്ത് x2ന്റെ കോഎഫിഷ്യന്റ് നോൺ സീറോ വരും, അടുത്തൊരു മൂന്നാമത്തെ ഇക്വേഷൻ ഇല്ല. അപ്പോൾ അവിടെ x3 എന്ന് പറയുന്നതായിരിക്കും ഫ്രീ വേരിയബിൾ വരും. ഇങ്ങനെ വരുന്ന കേസിൽ സപ്പോസ് അടുത്തൊരു ഇക്വേഷനകത്ത് x3 ഉണ്ടെങ്കിൽ
x3 നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ റൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഇക്വേഷനകത്ത് ആദ്യം വരുന്ന നോൺ സീറോ വരുന്നത് x1, അതിനെ റൗണ്ട് ചെയ്ത്. രണ്ടാമത്തെ ഇക്വേഷനകത്ത് ആദ്യം വരുന്ന നോൺ സീറോ വരുന്നത് x2, അടുത്ത റൗണ്ട് ചെയ്ത്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നെങ്കിൽ x3 റൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് x3 എന്ന് പറയുന്നതാണ് ഫ്രീ വേരിയബിൾ വരിക. ഫ്രീ വേരിയബിൾ ആകുമ്പോൾ x3ക്ക് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരുന്ന കേസിൽ x3 ഫ്രീ വേരിയബിൾ ആണ്. x3ക്ക് വരെ k കൊടുക്കാം. x3ക്ക് വരെ k കൊടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 4-നാണ് x2 കണ്ടുപിടിക്കാം. അപ്പോൾ x3ക്ക് വരെ k കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4-നാണ് x2 കിട്ടും. x2 is equal to -2/3k -1 എന്ന് വരും. ഇപ്പം കിട്ടിയ x2ഉം x3 എടുത്തിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ x1 കിട്ടും. x1 എന്നുള്ളത് 2 - k/3 എന്ന് വരും. ദാറ്റ് ഈസ് x1, x2, x3 എന്നുള്ളത് ഇതുപോലെ കോളം ആക്കി എഴുതാം. അപ്പം അതിനകത്ത് ആദ്യം k ഇല്ലാത്ത ഒന്നിച്ച് എഴുതാം. k ഇല്ലാതെ വരുന്നത് 2ഉം -1ഉം, മൂന്നാമത് വരുന്നത് 0. മൂന്നാമത്തിനകത്ത് k ഇല്ലാതെ വരുന്ന വരും, ഇല്ലാത്തതുകൊണ്ട് 0 വരും. പ്ലസ് അടുത്ത k വരുന്നതെല്ലാം ഒന്നിച്ച് എഴുതാം. പിന്നെ അതിനകത്ത് ആ k/3 കോമൺ ആയിട്ടിങ് എടുക്കുക. അത് എടുക്കുക അത് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഇങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക. സപ്പോസ് ഇതിനകത്ത് x3 എന്നുള്ളതും മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒറ്റ ആൻസറെ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ ആക്ച്വലി 2 ഇക്വേഷൻ വരുന്നുള്ളൂ. ഇതുപോലെ സോൾവ് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ആദ്യത്തെ ഇക്വേഷനാണെന്ന് x1 താഴെ വരുന്ന x2നെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. രണ്ടാമത്തെ ഇക്വേഷനാണെന്ന് x2ന് താഴെ വരുന്ന അടുത്ത x2നെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ പോവുക. നെക്സ്റ്റ് ഡിറ്റർമിനൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ആകുമ്പം ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആദ്യത്തെ റോ A1, A2, A3 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A വെച്ച് റെപ്രസെന്റ് ചെയ്യും. സെക്കൻഡ് റോ B1, B2, B3 എന്ന് പറയുന്ന ക്യാപിറ്റൽ B വെച്ചിട്ടും, തേർഡ് റോ C1, C2, C3 എന്ന് പറയുന്ന ക്യാപിറ്റൽ C വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് A.B×C അല്ലെങ്കിൽ B.C×A അല്ലെങ്കിൽ C.A×B. ഇത് മൂന്നും സെയിം ആയിട്ട് വരത്തുള്ളൂ. ഇത് എഴുതുമ്പോൾ ആ സൈഡ് വരച്ചിട്ടുണ്ട്. ആ സർക്കിൾ വരെ നോക്കുക, അതിന്റെ ആരോ മാർക്ക് നോക്കുക. ആ ഓർഡറിൽ തന്നെ വേണം എഴുതാൻ. A കഴിഞ്ഞ് അടുത്ത B വരണം, നെക്സ്റ്റ് C. ഈ ഓർഡറിൽ വേണം എഴുതാൻ. ഇവിടെ ഏത് എഴുതി നോക്കിയാലും മനസ്സിലാവും. C കഴിഞ്ഞ് അടുത്ത വരേണ്ടത് A, അടുത്ത വരേണ്ടത് B. അതാണ് C.A×B. ഇത് മൂന്നിന്റെ ആൻസർ സെയിം ആയിരിക്കും വരിക. ഇനി ഇതിന്റെ കുറച്ച് റിസൾട്ടുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് 2 റോസ് ആർ ഇന്റർചേഞ്ച്, 2 റോസ് ആകുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻസ് സൈൻ ചേഞ്ച്, ഡിറ്റർമിനന്റിന്റെ സൈൻ മാറി വരും. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ 2 റോസ് ആകുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോ അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ എന്നുള്ള B1, B2, B3, സെക്കൻഡ് റോ എന്നുള്ള A1, A2, A3 ആവും. അപ്പോൾ ഇതെന്നുള്ള നമ്മൾ ആദ്യത്തെ റോ വരുന്നത് B1, B2, B3 ക്യാപിറ്റൽ B വരും. ദാറ്റ് ഈസ് B ഡോട്ട്. രണ്ടാമത് വരുന്നത് A1, A2, A3 A അല്ലേ, ദാറ്റ് ഈസ് A×C എന്ന് വരും. ദാറ്റ് ഈസ് B.A×C ആവും. ഇറ്റ് ഈസ് ഈക്വൽ ടു B.A×C മാറ്റിയിട്ട് C×A ആക്കുക. C×A ആക്കുമ്പോഴത്തേക്ക് ക്രോസ് പ്രോഡക്റ്റ് ആകുമ്പോൾ അങ്ങോട്ടേക്ക് മാറി വരുന്ന ഒരു മൈനസ് വരും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് C×A എന്ന് വരും. മൈനസിങ് ഫ്രണ്ടിലാക്കുക. ദാറ്റ് ഈസ് മൈനസ് B.C×A ആവും. അപ്പൊ നേരത്തെ പറഞ്ഞ ഓർഡർ ആയാൽ നോക്കുക. B കഴിഞ്ഞിട്ട് അടുത്ത C വരും, അടുത്ത A വരും. B.C×A എന്ന് വരും. അതെന്നുള്ള എന്ത് തന്നെ ഡിറ്റർമിനന്റ് M തന്നെ വരും. ദാറ്റ് ഈസ് മൈനസ് ഡിറ്റർമിനന്റ് M ആവും. അപ്പൊ 2 റോസ് തമ്മിൽ അങ്ങോട്ടേക്ക് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് സൈൻ മാറി വരും. സിമിലർലി ഏത് റോസ് ഇന്റർചേഞ്ച് ചെയ്താലും സൈൻ ഇങ്ങനെ മാറിയായിരിക്കും വരും. നെക്സ്റ്റ് അടുത്ത റിസൾട്ട് എന്നുള്ളത് റോ ഈസ് 0, ഒരു റോ 0 ആയി പോകും. സപ്പോസ് ഏത് റോ ആണെങ്കിൽ 0 ആയി പോകും. സപ്പോസ് A ആണ് 0 എങ്കിൽ ഡിറ്റർമിനന്റ് എന്നുള്ളത് A.B×C എന്നുള്ളത് 0.B×C ആവും. 0.B×C എന്നുള്ളത് 0 ആയിട്ടുള്ള ഏതൊരു വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയി വരത്തുള്ളൂ. അടുത്ത B ആണ് 0 എങ്കിൽ A.B×C എന്നുള്ളത് A.0×C ആവും. 0×C എന്നുള്ള 0 ആയി പോവും. A.0 വരും, അത് 0 ആയി പോകും. സിമിലർലി C 0 ആവുന്ന കേസിലും ഡിറ്റർമിനന്റ് 0 ആയി പോകും. അടുത്ത റിസൾട്ട് എന്നുള്ളത് if 2 rows are equal then determinant M is equal to 0. 2 റോസ് ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് M ഈക്വൽ ടു 0 വരാം. ഇപ്പോൾ 2 റോസ് ഈക്വൽ ആണെന്ന് വെച്ചാൽ A is equal to B ആവാം, A is equal to C ആവാം, അല്ലെങ്കിൽ B is equal to C ആവാം. സപ്പോസ് A is equal to B എടുക്കാം. A is equal to B ആവുമ്പോൾ ഡിറ്റർമിനന്റ് M is equal to A.B×C which is equal to A dot. അവിടെ A is equal to B ആണ്, B ഒരു A കൊടുക്കാം. ദാറ്റ് ഈസ് A.A×C വരും. A.A×C എന്നുള്ളത് A×Cയുടെ പ്രത്യേകത എന്ന് പറയുന്നത് A×C എന്നുള്ള വെക്ടർ എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ
അത് രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് എ ഡോട്ട് എ ക്രോസ് സി എന്നുള്ളത് എയ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്തായി പോകും? 0 ആയി പോകും. ദിസ് എ ക്രോസ് സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ആയതുകൊണ്ട് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു എന്തായി പോകും? 0 ആയി പോകും. സിമിലർലി ഇപ്പൊ എ ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ ഡിറ്റർമിനന്റ് എം ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സിക്ക് ഒരു എ കൊടുക്കാം. അപ്പൊ എ ഡോട്ട് ബി ക്രോസ് എ ആവും. ബി ക്രോസ് നേരത്തെ പറഞ്ഞ പോലെ ബി ക്രോസ് എ പെർപെൻഡിക്കുലർ ടു ബി യു ആണ്, എ യു ആണ്. അപ്പൊ ബി ക്രോസ് എ പെർപെൻഡിക്കുലർ ടു എ ആയതുകൊണ്ട് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയി പോകും. ബി ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ ഡിറ്റർമിനന്റ് എം ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി എന്നുള്ളത് സിക്ക് വരും ബി കൊടുക്കുക. ദാറ്റ് ഈസ് ബി ക്രോസ് ബി ആവും. ഒരു വെക്ടർ അതുമായിട്ടുള്ള ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് എ ഡോട്ട് 0 വരും ഈക്വൽ ടു 0 വരും. ഇപ്പൊ രണ്ട് റോസ് ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. നെക്സ്റ്റ് അടുത്ത റിസൾട്ട്, സപ്പോസ് ദ 3 റോസ് എ ബി സി ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. 3 റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വരും. അപ്പൊ 3 റോസ് ലീനിയർ ഇൻഡിപെൻഡന്റ് വരുന്ന കേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്കെയിലാർ മൾട്ടിപ്പിൾ ആവാം, എന്നുവെച്ചാൽ രണ്ടെണ്ണം ലീനിയർലി ഡിപെൻഡന്റ് ആവാം. ഇഫ് ബിയും സിയും ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ ബി ക്രോസ് സി 0 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ബിയും സിയും ലീനിയർലി ഡിപെൻഡന്റ് വരുവാണെങ്കിൽ ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു 0 വരും. ദെൻ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി എന്നുള്ളത് എ ഡോട്ട് 0 ആവും, ഈക്വൽ ടു 0 ആയി പോകും. ഇനി ബിയും സിയും ലീനിയർലി ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇത് മൂന്നും ലീനിയർലി ഡിപെൻഡന്റ്, എയും ബിയും സിയും ലീനിയർലി ഡിപെൻഡന്റ്. അപ്പം ബിയും സിയും ലീനിയർലി ഡിപെൻഡന്റ് അല്ലെങ്കിൽ ബിയുടെ സിയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എ വരും. എന്നുവെച്ചാൽ എ എന്നുള്ളത് ബിയെ സിയെ ഡിപെൻഡ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ബിയുടെ സിയുടെ ലീനിയർ കോമ്പിനേഷൻ വരും. എ ഇസ് ഈക്വൽ ടു C1B പ്ലസ് C2C എന്ന് വരും. ദെൻ ഡിറ്റർമിനന്റ് എം ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി. എക്ക് വരും C1B പ്ലസ് C2C കൊടുക്കുക, ഡോട്ട് ബി ക്രോസ് സി. ആ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ C1 ഇൻറ്റു ബി ഡോട്ട് ബി ക്രോസ് സിയും വരും പ്ലസ് C2 ഇൻറ്റു സി ഡോട്ട് ബി ക്രോസ് സിയും വരും. അത് C1 ഇൻറ്റു ബി ഡോട്ട് ബി ക്രോസ് സി വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബി ക്രോസ് സി ബിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് 0 വരും. രണ്ടാമത്തെ C2 വരുന്ന കേസിൽ ബി ക്രോസ് സി സിക്ക് പെർപെൻഡിക്കുലർ അതും 0 ആയി പോകും. അതായത് C1 ഇൻറ്റു 0 പ്ലസ് C2 ഇൻറ്റു 0 ഈക്വൽ ടു 0 ആയി പോകും. ഇനി അടുത്തത്, സപ്പോസ് 3 റോസ് എ ബി സി ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. 3 റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. നേരത്തെ പഠിച്ചത് ഡിപെൻഡന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരിക. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 വരുമെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എമ്മിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. എമ്മിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 വരും. എമ്മിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എം 0 മാത്രമേ 0 മാപ്പ് ചെയ്യുന്നു പ്രൂവ് ചെയ്താൽ മതി. എം 0 അല്ലാതെ വേറെ ഒന്നിനും 0 മാപ്പ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് x is equal to x1 x2 x3 എടുക്കുക. ഇറ്റ്സ് എ വെക്ടർ, ദെൻ m sends it to 0. അപ്പോൾ x1 x2 x3 ഇമേജ് 0 വരുന്നു എന്ന് എടുക്കുക. ദാറ്റ് ഈസ് ആ മെട്രിക്സ് ഇൻറ്റു x1 x2 x3 is equal to 0 0 0 വരും. അപ്പോൾ അതിന്റെ മൾട്ടിപ്ലൈ ആകുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു x1 x2 ഫസ്റ്റ് റോ ഡോട്ട് x1 x2 x3 അങ്ങനെയല്ല വരും. ദാറ്റ് ഈസ് a1 a2 a3 ഡോട്ട് x1 x2 x3 വരും. ദാറ്റ് ഈസ് a ഡോട്ട് x വരും. അടുത്ത മൾട്ടിപ്ലൈ ആകുമ്പോൾ b1 b2 b3 ഡോട്ട് x1 x2 x3 എന്ന് വരും. ദാറ്റ് ഈസ് b ഡോട്ട് x വരും. അടുത്ത c ഡോട്ട് x വരും. ഇത് മൂന്ന് റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് 3 0 ആയിരിക്കും. ദാറ്റ് ഈസ് a ഡോട്ട് x 0 b ഡോട്ട് x 0 c ഡോട്ട് x 0. അപ്പൊ x എന്ന് പറയുന്നത് എയും ബിയും സി ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 വരും. ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് വെച്ചാൽ എക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ആയിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, ബി ആയിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, സി ആയിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് 3 ഡയമെൻഷനിൽ അതൊരു വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന 3 വെക്ടേഴ്സ് ആയിട്ട് പെർപെൻഡിക്കുലർ ആവണമെന്ന് വെച്ചാൽ ആ വെക്ടർ 0 ആയേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് x is perpendicular to ABC which is possible only if x is equal to 0. അപ്പൊ നമ്മൾ എടുത്ത ക്യാപിറ്റൽ x എന്നുള്ള x1 x2 x3 എന്നുള്ള 0 ആയി പോകും. ദാറ്റ് ഈസ് ആ മെട്രിക്സ് 0 മാത്രമേ 0 മാപ്പ് ചെയ്യുന്നുള്ളൂ. വിച്ച് ഇംപ്ലൈസ് ആ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 വരും. ഇനി 2 റിസൾട്ട് തൊട്ട് മുമ്പുള്ള 5ഉം 4ഉം റിസൾട്ട് കമ്പൈൻ ചെയ്തിട്ട് എഴുതിയേക്കുന്നതിന് അടുത്തത് ഡിറ്റർമിനന്റ് m നോട്ട് ഈക്വൽ ടു 0 if and only if the rows of m are linearly independent. അടുത്ത റിസൾട്ട്, if a scalar multiple of one row of a matrix is added to another row then the determinant is unchanged. ഒരു മെട്രിക്സ് ഒരു റോയുടെ കൂടെ
അടുത്ത റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആഡ് ചെയ്താലും ഡിറ്റർമിനന്റ് മാറി വരത്തില്ല എന്ന്. അപ്പോൾ ആദ്യത്തെ റോ അതുപോലെ എഴുതി. രണ്ടാമത്തെ റോ എന്നുള്ളത് ആദ്യത്തെ റോയുടെ കുറിച്ച് എന്തെടുക്കുക, R2 മാറ്റി എഴുതുക. രണ്ടാമത്തെ റോ മാറ്റി എഴുതുക. R2 മാറ്റിയിട്ട് R2 പ്ലസ് T ടൈംസ് R1 ആക്കുക. അപ്പോൾ രണ്ടാമത്തെ റോ മാറ്റിയിട്ട് രണ്ടാമത്തെ റോ പ്ലസ് T ടൈംസ് ഫസ്റ്റ് റോ എഴുതി. അപ്പോൾ ഫസ്റ്റ് റോ അതുപോലെ തന്നെ സെക്കൻഡ് റോ മാറ്റി സെക്കൻഡ് റോ പ്ലസ് T ടൈംസ് ഫസ്റ്റ് റോ ആക്കുക. ദാറ്റ് ഈസ് B2 പ്ലസ് TA1 B1 പ്ലസ് TA1 B2 പ്ലസ് TA2 B3 പ്ലസ് TA3. തേർഡ് റോ അതുപോലെ തന്നെ. ഇപ്പൊ രണ്ടാമത്തെ റോ മാറ്റി എഴുതി ആദ്യത്തെ റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിളിന്റെ കൂടെ രണ്ടാമത്തെ റോ ആഡ് ചെയ്തു. അപ്പൊ ഇതെന്നുള്ളത് A ഡോട്ട് രണ്ടാമത്തെ റോ കിടക്കുന്നതെന്ന് പറയുന്നത് B പ്ലസ് ടി എന്ന്, അതായത് സെക്കൻഡ് റോ പ്ലസ് T ടൈംസ് ഫസ്റ്റ് റോ, അതായത് B പ്ലസ് ടി എ ക്രോസ് ചെയ്യുന്ന വരും. ഇനി അതിന്റെ ഡോട്ട് പ്രോട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് A ഡോട്ട് ആ ക്രോസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B ക്രോസ് ചെയ്യും പ്ലസ് അടുത്ത T ഇൻറ്റു A ക്രോസ് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു A ഡോട്ട് B ക്രോസ് C പ്ലസ് T ഇൻറ്റു A ഡോട്ട് A ക്രോസ് ചെയ്യുന്ന വരും. അതിനകത്ത് A ഡോട്ട് A ക്രോസ് 0 ആയിപ്പോവും, ബാക്കി A ഡോട്ട് B ക്രോസ് ചെയ്യും, മറ്റേ 0 ആയിപ്പോയി. ദാറ്റ് ഈസ് A ഡോട്ട് B ക്രോസ് എന്ന ഡിറ്റർമിനന്റ് M ആവും. ദാറ്റ് ഈസ് ഒരു റോയുടെ കൂടെ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനന്റിന് മാറ്റം വരത്തില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഡിറ്റർമിനന്റ് E12 റേസ് ടു T എന്നുള്ളത് 1 വരും. ഡിറ്റർമിനന്റ് P12 പെർമിറ്റേഷൻ മെട്രിക്സിന് ഡിറ്റർമിനന്റ് ചെയ്ത് നോക്കിയിരുന്നത് -1 വരും. ജനറൽ ആയിട്ട് ഡിറ്റർമിനന്റ് EIJ റേസ് ടു T എന്നുള്ള 1 ആയിരിക്കും. ഡിറ്റർമിനന്റ് PIJ എന്നുള്ള -1 ആയിരിക്കും വരും. ഇനി അടുത്ത നോട്ടായിട്ട് ഡിറ്റർമിനന്റ് M ഇൻറ്റു E12 റേസ് ടു T. നേരത്തെ പറഞ്ഞായിരുന്നു E12 റേസ് ടു T ആകുമ്പം ഷിയർ മെട്രിക്സ് മൾട്ടിപ്ലൈ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ E12 റേസ് T എന്നുള്ള റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ കോളം മാറി വരും, ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ റോ മാറി വരും. അപ്പൊ ഇവിടെ കോളം നേരത്തെ പറഞ്ഞ പോലെ കോളത്തിന്റെ റോയുടെ സ്ഥാനത്ത് കോളം ആക്കി മാറ്റാം. ഇത് ഒരു കോളത്തിന്റെ കൂടെ സ്കെയിലാർ മൾട്ടിപ്പിളും അനദർ കോളം ആഡ് ചെയ്താലും ഡിറ്റർമിനന്റ് മാറ്റം വരത്തില്ല. അപ്പൊ E12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതാ സംഭവിക്കും. ഒന്നുകിൽ റോ മാറി വരും, സ്കെയിലാർ മൾട്ടിപ്പിളും അനദർ റോ ആവും, അല്ലെങ്കിൽ കോളം മാറി വരും. എന്തായാലും ഡിറ്റർമിനന്റ് മാറ്റം വരത്തില്ല. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് M തന്നെ വരും. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് P13 M എന്നുള്ളത് P13 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ആദ്യത്തെ റോയും മൂന്നാമത്തെ റോയും തമ്മിൽ മാറി വരും. രണ്ട് റോസ് തമ്മിൽ അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഡിറ്റർമിനന്റ് മൈനസ് വരും. ദാറ്റ് ഈസ് മൈനസ് ഡിറ്റർമിനന്റ് M ആവും.